ഹായ് മക്കളെ, ഇന്ന് നമുക്ക് അക്ഷരമുറ്റം സെപ്റ്റംബർ മാസത്തിലെ ആഴ്ചപ്പതിപ്പിൽ നിന്നുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ചോദ്യവും 2 തവണ വായിക്കുന്നുണ്ട്. അതിനുള്ളിൽ ഉത്തരം എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ചോദ്യം 1. മലയാളത്തിലെ സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ്, അതായത് അമ്മ എന്ന സംഘടനയുടെ ആദ്യത്തെ വനിതാ അധ്യക്ഷ ആരാണ്? ഉത്തരം ശ്വേതാ മേനോൻ. ചോദ്യം 2. സംസ്ഥാനത്തെ ആദ്യ സർക്കാർ AI റോബോട്ടിക് ലാബ് ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം മലപ്പുറം ജില്ലയിലെ പുറത്തൂർ ഗവൺമെൻറ് UP സ്കൂളിൽ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ് എന്നിവ ക്ലാസ് മുറി പഠനത്തിൻ്റെ ഭാഗമാക്കുകയാണ് ലക്ഷ്യം. ചോദ്യം 3. ഏറ്റവും കൂടുതൽ ദൂരം ദേശാന്തര ഗമനം നടത്തുന്ന പക്ഷി ഏതാണ്? ഏറ്റവും കൂടുതൽ ദൂരം ദേശാന്തര ഗമനം നടത്തുന്ന പക്ഷി ഏതാണ്? ഉത്തരം ആർട്ടിക് ടേൺ. ചോദ്യം 4. ഏത് ലോഹമാണ് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്നറിയപ്പെടുന്നത്? ഏത് ലോഹമാണ് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്നറിയപ്പെടുന്നത്? ഉത്തരം മാംഗനീസ്. ചോദ്യം 5. 2025 മുതൽ 2030 വരെയുള്ള കാലയളവിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഏത് തലമുറയിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ജനറേഷൻ ബീറ്റ. ചോദ്യം 6. 2025 G20 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏത്? 2025 G20 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം? ഉത്തരം കാനഡ. ചോദ്യം 7. റെറ്റിനയുടെ ഗോളാകൃതി നഷ്ടപ്പെടുന്നതിലൂടെ കാഴ്ചയിലുണ്ടാകുന്ന ന്യൂനത ഏത് പേരിൽ അറിയപ്പെടുന്നു? റെറ്റിനയുടെ ഗോളാകൃതി നഷ്ടപ്പെടുന്നതിലൂടെ കാഴ്ചയിലുണ്ടാകുന്ന ന്യൂനത ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം അസ്റ്റിഗ്മാറ്റിസം. 2025 ജനുവരിയിൽ നിലവിൽ വന്ന നാഷണൽ ടർമറിക് ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? 2025 ജനുവരിയിൽ നിലവിൽ വന്ന നാഷണൽ ടർമറിക് ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം തെലങ്കാനയിലെ നിസാമാബാദ്. ചോദ്യം 9. ഇന്ത്യയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന ഏതിൻ്റെ ഇനമാണ് റിയോ ഡി ജനീറോ? ഇന്ത്യയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന എന്തിൻ്റെ ഇനമാണ് റിയോ ഡി ജനീറോ? ഉത്തരം ഇഞ്ചി. ചോദ്യം 10. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം OR കേളു. ചോദ്യം 11. ഹിറ്റ് റിഫ്രഷ് എന്നത് ഏത് ഇന്ത്യൻ വംശജനായ അമേരിക്കൻ IT വിദഗ്ധൻ്റെ ആത്മകഥയാണ്? ഹിറ്റ് റിഫ്രഷ് എന്നത് ഏത് ഇന്ത്യൻ വംശജനായ അമേരിക്കൻ IT വിദഗ്ധൻ്റെ ആത്മകഥയാണ്? ഉത്തരം സത്യനാഥല്ല. ചോദ്യം 12. പരിണാമ സിദ്ധാന്തത്തിൻ്റെ ആവിഷ്കരണവുമായി ബന്ധപ്പെട്ട് HMS ബീഗിൾ എന്ന കപ്പലിൽ ഡാർവിൻ സന്ദർശിച്ച ഗാലപ്പഗോസ് ദ്വീപുകൾ ഇപ്പോൾ ഏത് രാജ്യത്താണ്? പരിണാമ സിദ്ധാന്തത്തിൻ്റെ ആവിഷ്കരണവുമായി ബന്ധപ്പെട്ട് HMS ബീഗിൾ എന്ന കപ്പലിൽ ഡാർവിൻ സന്ദർശിച്ച ഗാലപ്പഗോസ് ദ്വീപുകൾ ഇപ്പോൾ ഏത് രാജ്യത്താണ്? ഉത്തരം ഇക്വഡോർ. ചോദ്യം 13. ആഗസ്റ്റ് 12 ഏത് ജീവിയുടെ സംരക്ഷണത്തിനായുള്ള ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ആഗസ്റ്റ് 12 ഏത് ജീവിയുടെ സംരക്ഷണത്തിനായിട്ടുള്ള ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ഉത്തരം ആന. ചോദ്യം 14. ജൈവവൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച പ്രകൃതിശാസ്ത്രജ്ഞൻ ആരാണ്?
ജൈവവൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച പ്രകൃതിശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം വാൾട്ടർ ജി റോസൺ. ചോദ്യം 15. ഏത് ജീവകത്തിൻ്റെ രാസനാമമാണ് ഫോളിക് ആസിഡ്? ഏത് ജീവകത്തിൻ്റെ രാസനാമമാണ് ഫോളിക് ആസിഡ്? ഉത്തരം ബി നയൻ. ചോദ്യം 16. ഒരു ഖരപദാർത്ഥം ദ്രാവകാവസ്ഥയിലേക്ക് മാറാതെ നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? ഒരു ഖരപദാർത്ഥം ദ്രാവകാവസ്ഥയിലേക്ക് മാറാതെ നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? ഉത്തരം ഉൽപ്പതനം അഥവാ സബ്ലിമേഷൻ. ചോദ്യം 17. സ്ത്രീകളിൽ ഒരു എക്സ് ക്രോമസോമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ജനിതക വൈകല്യത്തിന് പറയുന്ന പേര്. സ്ത്രീകളിൽ ഒരു എക്സ് ക്രോമസോമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ജനിതക വൈകല്യത്തിന് പറയുന്ന പേര് എന്താണ്? ഉത്തരം ടേർണേഴ്സ് സിൻഡ്രോം. ചോദ്യം 18. കണ്ടൽ ചെടിയിൽ വാതക വിനിമയത്തിന് സഹായിക്കുന്ന വേരുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? കണ്ടൽ ചെടിയിൽ വാതക വിനിമയത്തിന് സഹായിക്കുന്ന വേരുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ശ്വസന വേരുകൾ. ചോദ്യം 19. ക്രിപ്റ്റോഫിലി ഏത് ജീവി വഴി നടക്കുന്ന പരാഗണമാണ്? ക്രിപ്റ്റോഫിലി ഏത് ജീവി വഴി നടക്കുന്ന പരാഗണമാണ്? ഉത്തരം വവ്വാൽ. ചോദ്യം 20. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏത് ഹോർമോണിനെയാണ്? അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏത് ഹോർമോണിനെയാണ്? ഉത്തരം അഡ്രിനാലിൻ. ചോദ്യം 21. വായു നിറച്ച ബലൂൺ വെയിലത്ത് വയ്ക്കുമ്പോൾ പൊട്ടുന്നതിനുള്ള കാരണം ഏത് വാതക നിയമമാണ്? വായു നിറച്ച ബലൂൺ വെയിലത്ത് വയ്ക്കുമ്പോൾ പൊട്ടുന്നതിനുള്ള കാരണം ഏത് വാതക നിയമമാണ്? ഉത്തരം ചാൾസ് നിയമം. ചോദ്യം 22. ഫുട്ബോളിൻ്റെ ആകൃതിയിലുള്ള കാർബണിൻ്റെ രൂപാന്തരത്തിന് പറയുന്ന പേര്. ഫുട്ബോളിൻ്റെ ആകൃതിയിലുള്ള കാർബണിൻ്റെ രൂപാന്തരത്തിന് പറയുന്ന പേര് എന്താണ്? മണ്ണിലെ നൈട്രജൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ചെടിയുടെ വേരിലുള്ള ബാക്ടീരിയ ഏതാണ്? മണ്ണിലെ നൈട്രജൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ചെടിയുടെ വേരിലുള്ള ബാക്ടീരിയ ഏതാണ്? ഉത്തരം റൈസോബിയം. ചോദ്യം 24. 1940 ജൂലൈ 16 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം വിക്ഷേപിച്ചത്. ഉപഗ്രഹത്തിൻ്റെ പേര് എന്താണ്? ഒന്നുകൂടി പറയാം. 1940 ജൂലൈ 16 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം വിക്ഷേപിച്ചത്. ഉപഗ്രഹത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം രോഹിണി. ചോദ്യം 25. കാലിഡോസ്കോപ്പ്, പെരിസ്കോപ്പ് എന്നിവയിൽ ഉപയോഗപ്പെടുത്തുന്ന ദർപ്പണം ഏതാണ്? കാലിഡോസ്കോപ്പ്, പെരിസ്കോപ്പ് എന്നിവയിൽ ഉപയോഗപ്പെടുത്തുന്ന ദർപ്പണം ഏതാണ്? ഉത്തരം സമതല ദർപ്പണം അഥവാ പ്ലെയിൻ മിറർ. ചോദ്യം 26. ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ കമ്പനി ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ കമ്പനി ഏതാണ്? ഉത്തരം എയർ ഇന്ത്യ. ചോദ്യം 27. ഗൗരി ദേവി ഏത് പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വനിതയാണ്? ഗൗരി ദേവി ഏത് പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വനിതയാണ്? ഉത്തരം ചിപ്കോ പ്രസ്ഥാനം. ചോദ്യം 28. ആപ്പിൾ, കശുമാങ്ങ എന്നിവ ഏതിനം ഫലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്? ആപ്പിൾ, കശുമാങ്ങ എന്നിവ ഏതിനം ഫലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്? ഉത്തരം കപടഫലം അഥവാ ഫാൾസ് ഫ്രൂട്ട്. ചോദ്യം 29. ജലത്തിലെ ഓക്സിജൻ്റെ അളവുമായി ബന്ധപ്പെട്ട BOD എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്?
ജലത്തിലെ ഓക്സിജന്റെ അളവുമായി ബന്ധപ്പെട്ട BOD എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ചോദ്യം 30. മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും JNUവിലും വൈസ് ചാൻസലർ പദവി ഇപ്പോൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും JNUവിലും വൈസ് ചാൻസലർ പദവി അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഉത്തരം കുലഗുരു. ചോദ്യം 31. ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജനും രണ്ടാം സ്ഥാനത്ത് ഓക്സിജനുമാണ് എങ്കിൽ മൂന്നാമത്തേത് ഏതു വാതകമാണ്? ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ, രണ്ടാം സ്ഥാനം ഓക്സിജൻ, മൂന്നാമത്തെ സ്ഥാനം ഏതു വാതകത്തിനാണ്? ഉത്തരം ആർഗൺ. ചോദ്യം 32. 2025 വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് വേദി എവിടെയാണ്? 2025 വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് വേദി എവിടെയാണ്? ഉത്തരം ചോദ്യം 32. മൗറീഷ്യസിൽ നിന്ന് വംശനാശം സംഭവിച്ച പറക്കാൻ കഴിവില്ലാത്ത പക്ഷികളാണല്ലോ ഡോഡോ. അപ്പോൾ ഇവിടെ തന്നെ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്ത്? മൗറീഷ്യസിൽ നിന്ന് വംശനാശം സംഭവിച്ച പറക്കാൻ കഴിവില്ലാത്ത പക്ഷികളുടെ പേര്. ഉത്തരം ഡോഡോ എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ ചോദ്യം അതല്ല. മൗറീഷ്യസിൽ നിന്ന് വംശനാശം സംഭവിച്ച പറക്കാൻ കഴിവില്ലാത്ത പക്ഷിയാണ് ഡോഡോ. മൺമറഞ്ഞു പോയതും ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നതുമായ സീബ്ര ഇനത്തിൻ്റെ പേരെന്താണ്? മൺമറഞ്ഞു പോയതും ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നതുമായ സീബ്ര ഇനത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ക്വാഗ. ചോദ്യം 34. കേരളത്തിൽ അതിദരിദ്രമില്ലാത്ത ആദ്യ ജില്ല. കേരളത്തിൽ അതിദരിദ്രമില്ലാത്ത ആദ്യ ജില്ല ഏതാണ്? ദരിദ്രമില്ലാത്ത ജില്ല ഏതാണ്? ഉത്തരം കോട്ടയം. ചോദ്യം 35. ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണത്തിൻ്റെ കീഴിലായ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണത്തിൻ്റെ കീഴിലായ സംസ്ഥാനം ഏതാണ്? ഉത്തരം മണിപ്പൂർ, 11 തവണ. ചോദ്യം 36. ഏത് സസ്യത്തിൻ്റെ ശാസ്ത്രനാമമാണ് കാസിയ ഫിസ്റ്റുല? കാസിയ ഫിസ്റ്റുല എന്നത് ഏത് സസ്യത്തിൻ്റെ ശാസ്ത്രനാമമാണ്? ഉത്തരം കണി. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഉപഗ്രഹമായ രോഹിണി വിക്ഷേപിച്ചത് എന്നാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഉപഗ്രഹമായ രോഹിണി വിക്ഷേപിച്ചത് എന്നാണ്? ചോദ്യം 2. രോഹിണി വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഉപഗ്രഹമായ രോഹിണി വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. ബൈ.